മാഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഒരുപാട് ആവശ്യങ്ങളുണ്ട്. എന്നാലും ഒരു മനുഷ്യന്, ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സാധനമുണ്ട്. അത് കിട്ടാനുള്ള മരുന്നാണ്. അത് റാഹത്താകാനുള്ള സമ്മാനാണ് ഇന്ന് തരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് ബുദ്ധിശക്തി എന്നുള്ളത്. ബുദ്ധിശക്തി ഉണ്ടെങ്കിലേ നമുക്ക് നല്ലതുപോലെ പഠിക്കാൻ പറ്റുകയുള്ളൂ, നമുക്ക് നല്ല ജോലികൾ ചെയ്യാൻ പറ്റുകയുള്ളൂ, നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഒരുപാട് വിദ്യാർത്ഥികൾ പറയുന്ന ഒരു പ്രശ്നമാണ് ഉസ്താദേ, ഓർമ്മശക്തി കിട്ടുന്നില്ല. പഠിക്കും, പക്ഷെ ഓർമ്മയിൽ നിൽക്കുന്നില്ല, ബുദ്ധിശക്തി നിൽക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നവർ, അതുപോലെ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, പല ജോലിക്ക് പോകുന്നവർ, ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് പോലും ആ ഇരിക്കുന്ന സമയത്ത് ഓർമ്മ അങ്ങോട്ട് കിട്ടണില്ല. അവരുടെ കച്ചവടത്തിൽ വലിയ പ്രയാസം വരുന്നു. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഓർമ്മശക്തി ലഭിക്കണോ? ഓർമ്മശക്തി ലഭിക്കണോ? അല്ലാഹുവിൻ്റെ മഹാന്മാര് പറയുകയാണ്, ഒരു 3 കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഓർമ്മശക്തിക്ക് വലിയ ബറക്കത്ത് നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഓർമ്മശക്തിക്ക് വലിയ റാഹത്ത് നൽകുന്നതാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരട്ടെയോ എൻ്റെ കുടുംബങ്ങളെ? പഠിപ്പിച്ചു കൊടുക്കണം, നമ്മളെ മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളെ കുടുംബങ്ങൾ ഇതേപോലെ ചെയ്യണോ? വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഓർമ്മശക്തി വേണോ? ഓർമ്മശക്തി വേണോ? കൂർമ്മ ബുദ്ധി വേണോ? പഠിക്കുന്നത് മറക്കാതിരിക്കണോ? എന്നാൽ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ടവര്. അതിലൊന്നാമതായി ചെയ്യേണ്ടത് എപ്പോഴും അൽഹംദുലില്ലാഹ് അത്തർ പൂശണം. കേട്ടോ, അത്തർ പൂശണം. അത്തർ തേക്കുന്നവർക്ക് വലിയ ബുദ്ധിശക്തി അല്ലാഹു തആല കൊടുക്കുമെന്ന് മഹാന്മാര് പറയുകയാണ്. മാഷാ അല്ലാഹ്, അത്തർ തേക്കണം. അത്തർ തേച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ബുദ്ധി, നമ്മുടെ മൈൻഡ് അൽഹംദുലില്ലാഹ് അതിങ്ങനെ ഓർമ്മശക്തി കൂടി വരുമെന്ന് മഹാന്മാർ പറയുന്നു. സഹോദരിമാര് പുറത്തൊക്കെ പോകുമ്പോൾ അത്തർ തേക്കണ്ട, കറാഹത്ത. പല മസാലകളുമുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കാണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ, കാരണം മറ്റൊരാള് നമ്മളെ നോക്കാനൊരു കാരണമാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്തർ പൂശുന്ന സമയത്ത് മാഷാ നിങ്ങൾ സഹോദരിമാരെന്ത് ചെയ്യുക, വീട്ടിൽ ഭർത്താവിൻ്റെ മുന്നിൽ, നമ്മളുടെ വീട്ടുകാരുടെ മുന്നിൽ അൽഹംദുലില്ലാഹ് പൂശുക. നല്ല റാഹത്തിൽ, എപ്പോഴും നല്ല വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അൽഹംദുലില്ലാഹ് നല്ല റാഹത്തായി വൃത്തിയോടുകൂടി അൽഹംദുലില്ലാഹ് അത്തറൊക്കെ പൂശിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിശക്തി അല്ലാഹു തആല നൽകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അത്തർ പൂശിക്കഴിഞ്ഞാൽ, അത്തർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് നമ്മളുടെ മൈൻഡ് കറക്റ്റ് ആവുമെന്ന് മഹാന്മാര് പറയുകയാണ്. രണ്ടാമത്തത് എന്താണെന്നറിയുമോ? അല്ലാഹുവേ, എപ്പോഴും വുളൂ എടുക്കണം. കേട്ടോ, എപ്പോഴും വുളൂ ചെയ്യുന്ന, എന്ത് ചെയ്താലും, എന്താ തുടങ്ങിയാലും, എന്ത് ആവശ്യത്തിനും വുളൂ ചെയ്യുന്നവരുണ്ടല്ലോ. പഠിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളെ, നിങ്ങൾ വുളൂ എടുത്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിക്കുന്നത് നിങ്ങൾ മറന്നു പോകൂല. എക്സാം വരികയല്ലേ, മാഷാ അല്ലാഹ്, ആ സമയത്ത് നിങ്ങളതാ പരീക്ഷ ഹാളിൽ ചെന്നിരുന്ന് എഴുതാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഓർമ്മ കിട്ടുന്നില്ല. ആ ഓർമ്മക്കുറവ് നിങ്ങൾക്ക് പരിഹരിക്കണോ? നിങ്ങൾ എന്താണോ പഠിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ വുളൂ എടുത്തിട്ട് പഠിച്ചോളൂ. അല്ലാഹു തആല നിങ്ങൾക്ക് നല്ല ഓർമ്മ ശക്തി നൽകുന്നതാണ്. എക്സാമിന് പോകുന്ന സമയത്ത്, പരീക്ഷ എഴുതുന്നത് വുളൂഓടുകൂടി എഴുതൂ. അല്ലാഹു നിങ്ങൾ പഠിച്ചത് മറന്നു പോകൂല. അത് പഠിച്ചതൊന്നും മറന്നു പോകാതെ നല്ല റാഹത്തായിട്ട് എഴുതാൻ അല്ലാഹു ഭാഗ്യം നൽകുന്നതാണ്. ഇത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ജോലിക്ക് പോകുന്ന സമയത്ത് വുളൂ എടുത്തിട്ട് പോകണം, വീട്ടിൽ കയറിയ സമയത്ത് വുളൂ എടുത്തിട്ട് കയറണം, പള്ളിയിൽ കയറുമ്പോൾ വുളൂ എടുത്തിട്ട് കയറണം. പള്ളിയിൽ കയറുമ്പോൾ മാത്രമല്ല, എപ്പോഴും ഒരു മനുഷ്യൻ വുളൂ എടുത്തു കഴിഞ്ഞാൽ അല്ലാഹു അവന്റെ ബുദ്ധി, അവന്റെ മൈൻഡ്
എപ്പോഴും മാഷാ അല്ലാ നല്ല കൺട്രോൾ കൊടുക്കുന്നതാണ്. നല്ല അതാ സുബ്ഹാനല്ലാ നല്ല മൈൻഡ് അല്ലാഹു തആല കൊടുക്കുന്നതാണ്. ഒരു കാര്യം അതാ ഫോക്കസ് ചെയ്തുകൊണ്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പൂർത്തിയാകുന്നത് വരെ അവന് മടി അല്ലാഹു തആല കൊടുക്കൂല. സുബ്ഹാനല്ലാ. അതുകൊണ്ട് വുളൂ എടുക്കണേ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഒന്ന് ഏതാണ്? അത്ർ പൂശുക, ബുദ്ധിശക്തി വർദ്ധിക്കാൻ. ഒന്ന് അത്ർ പൂശുക, രണ്ട് വുളൂ എടുക്കുക, എപ്പോഴും വുളൂ എടുക്കുക, നിസ്കരിക്കുമ്പോൾ മാത്രമല്ലാത്ത സമയത്തും വുളൂ എടുക്കുക. മൂന്നാമത്തത് എന്താണ്? വിദ്യാർത്ഥികളെ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ. കൻസുൽ ജന്ന കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ പഠിക്കുന്നത് അതേപോലെ എഴുതണോ? നിങ്ങളുടെ എക്സാം നല്ലതുപോലെ വിജയിക്കണോ? നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നശ്റഹ് ലക സദ്റക്. എങ്ങനെ? അലം നശ്റഹ് ലക സദ്റക്. ആ പരിശുദ്ധമായ സൂറത്തുണ്ടല്ലോ, ആ സൂറത്ത് ഓതിയിട്ട് നിങ്ങൾ പഠിക്ക്. ആ പഠിക്കുന്നത് അതേപോലെ നിങ്ങളെ മൈൻഡിൽ നിൽക്കുമെന്ന് മഹാന്മാര് പറയാണ്. ഇനി നിങ്ങൾ എക്സാം എഴുതാൻ തുടങ്ങുന്നതിന് മുന്നേ പേന കൈവച്ചിട്ട് അതാ ആ സൂറത്ത് അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്ത് ഓതിയിട്ട് എഴുതിക്കോളൂ. അല്ലാഹു ആ പരീക്ഷ വലിയ വിജയം നൽകുന്നതാണ്. ഇന്റർവ്യൂ ഉണ്ടല്ലോ, അത് അല്ലാഹു വിജയിപ്പിക്കുന്നതാണ്. അപ്പൊ ബുദ്ധിശക്തി വർദ്ധിക്കാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിക്കും. ഒന്ന്, എപ്പോഴും വുളൂ എടുക്കുക. രണ്ടാമത്തത്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മാഷാ അല്ലാഹ് വുളൂ എടുത്തിട്ട് പഠിക്കുക. എപ്പോഴും വുളൂ എടുക്കണം. അല്ല, ഒന്നാമത്തത് എന്തായിരുന്നു? പറയ്, ഞാൻ മറന്നു, നിങ്ങൾ പറഞ്ഞു തരണോ? അൽഹംദുലില്ലാ. ഇന്നലെ വയനാട് ചെന്ന് ഭയങ്കര തണുപ്പായിരുന്നു. അവിടെ വല്ലാത്ത തണുപ്പ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വയനാടുകാർക്ക് അതൊന്നും തണുപ്പല്ല കേട്ടോ. അപ്പോൾ അവിടുത്തെ ഉസ്താദ് ഇത് ഞങ്ങൾക്ക് തണുപ്പല്ല, ഇത് ഞങ്ങൾക്ക് ചൂടാണ്. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ വരുമ്പോൾ, ആദ്യമായിട്ടല്ല സാധാരണ നമ്മൾ വയനാട് വേറെ ജില്ലക്കാർ വരുമ്പോൾ അവർക്ക് നല്ല തണുപ്പായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ കോൾഡ് ആയി ചെറിയ ജലദോഷമുണ്ട്. അല്ലാഹു തആല ശിഫയാക്കി തരട്ടെ. മാഷാ അല്ലാഹ്, അത്തർ പുരട്ടെ. മാഷാ അല്ലാഹ്. അപ്പോൾ ഓർമ്മയുണ്ടല്ലേ? അൽഹംദുലില്ലാ. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അപ്പൊ നമുക്ക് ബുദ്ധിശക്തി വർദ്ധിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഓർമ്മശക്തി വർദ്ധിക്കണോ? നിങ്ങൾ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കണോ? മാഷാ അല്ലാഹ്, ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് അതാ അത്തർ ഉപയോഗിക്കുക. രണ്ടാമത്തത് എപ്പോഴും വുളൂ എടുക്കുക. മൂന്നാമത്തത് എന്താണ്? അലം നശ്റഹ് എന്ന് പറഞ്ഞ പരിശുദ്ധമായ സൂറത്തുണ്ടല്ലോ, ആ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്തിട്ട് എഴുതിയാൽ, ആ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്തിട്ട് മാഷാ അല്ലാഹ് പഠിച്ചാൽ അല്ലാഹു നിങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിച്ചു തരുമെന്ന് മഹാന്മാര് പറയുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നല്ല ബുദ്ധിശക്തി വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്.